ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ഒരു പെൺകുട്ടിയോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു, അവൾക്ക് നല്ല റെസ്പെക്ട് കൊടുക്കുന്നു, കെയർ ചെയ്യുന്നു, പക്ഷെ അവസാനം അവള് നിങ്ങളെ ഒരു ഗുഡ് ഗായ് ആയിട്ട് മാത്രം കാണുന്നു, ചൂസ് ചെയ്യുന്നത് മറ്റൊരാളെ ആവുന്നു. അപ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കും, എന്താണ് അവനിലുള്ളത്, ഞാൻ എന്താണ് മിസ് ചെയ്യുന്നത്? ഇന്നത്തെ വീഡിയോ ഇതിനുള്ള ആൻസർ ആണ്. കാരണം ഒരു സത്യം പറയട്ടെ, മലയാളികൾ പലരും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവര് ഡീസന്റ് ആവാൻ ശ്രമിക്കുന്നു, പക്ഷെ അട്രാക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നില്ല. അവര് പൊളൈറ്റ് ആണ്, പക്ഷെ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. കെയറിംഗ് ആണ്, പക്ഷെ ഇമ്പാക്ട് ഇല്ല. നമ്മളിവിടെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കണം. അട്രാക്ഷൻ എന്നുള്ളത് ലോജിക്കലോ കാൽക്കുലേഷനോ അല്ല, അത് പ്യുവർ ഫീലിംഗ് ആണ്. ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ നല്ല ആളാണെന്ന് അറിയാം, പക്ഷെ അവർ എന്താണ് ഫീൽ ചെയ്യുന്നത് അതാണ് ഡിസിഷൻ എടുക്കുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നു എന്നുള്ളതിനേക്കാൾ നിങ്ങൾ എന്താണ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് മാറ്റർ. നിങ്ങൾ എന്താണ് ഇന്റന്റ് ചെയ്യുന്നത് എന്നുള്ളതിന് വാല്യൂ ഇല്ല, നിങ്ങൾ എന്താണ് സിഗ്നൽ നൽകുന്നത് എന്നുള്ളതാണ് മാറ്റർ. നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കാം, പക്ഷെ പുറത്ത് അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡന്റ് അല്ല എന്നുള്ള ഫീലിംഗ് ആയിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ബിഹേവിയർ നമ്പർ 1, നിങ്ങൾ നെർവസ് ആയിരിക്കുന്ന സമയത്ത് ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കും, സൈലൻസ് അവോയ്ഡ് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. കാരണം നിങ്ങൾ അപ്രൂവൽ തേടുകയാണ്. പക്ഷെ ഒരു കൺട്രോളുള്ള ആളെ നോക്കുകയാണെങ്കിൽ അവൻ സ്ലോ ആണ്, സംസാരിക്കുന്ന സമയത്ത് പൗസ് എടുക്കുന്നുണ്ടാവും, അവന് സൈലൻസ് എന്നുള്ളത് കംഫർട്ടബിൾ ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളും അവരും കൂടിയിട്ട് ഒരു ടീ ഷോപ്പിൽ ഇരിക്കുക എന്ന് വിചാരിക്കുക. അവരെന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉടനെ തന്നെ ജമ്പ് ചെയ്ത് കാര്യങ്ങൾ പറയാതെ ഒരു സെക്കൻഡ് പൗസ് ചെയ്ത് കാമായിട്ട് റിപ്ലൈ ചെയ്യുക. ഇതോടെ വൈബ് തന്നെ മാറുന്നുണ്ടാവും. സൈക്കോളജിയിൽ പറയുന്നത് സ്ലോ മൂവ്മെന്റ് ഈക്വൽ കൺട്രോൾ, കൺട്രോൾ ഈക്വൽസ് കോൺഫിഡൻസ്, കോൺഫിഡൻസ് ഈക്വൽ അട്രാക്ഷൻ. ഈ അട്രാക്ഷന്റെ ബിഗ്ഗസ്റ്റ് ഫാക്ടർ എന്നുള്ളത് തന്നെ എമോഷണൽ കൺട്രോൾ ആണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും റിയാക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് തന്നെ നിങ്ങൾ അൺസ്റ്റേബിൾ ആയി തോന്നും. ഉദാഹരണം, എപ്പോഴെങ്കിലും അവരുടെ റിപ്ലൈ എന്നുള്ളത് ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഇറിറ്റേറ്റ് ആവുന്നു, എന്താ റിപ്ലൈ ഇല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. ഇത് നീഡിനെസിന്റെ സിഗ്നൽ ആണ്. പക്ഷെ നിങ്ങൾ കാമായി ഇരിക്കുകയാണെങ്കിൽ അത് മെച്യൂരിറ്റിയുടെ സിഗ്നൽ ആണ്. നമ്മൾ വിചാരിക്കും ഇതൊന്നും അവർക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളത്. സ്ത്രീകൾക്ക് ഇത് സബ് കോൺഷ്യസ്ലി ഫീൽ ചെയ്യുന്നുണ്ടാവും. ബിഹേവിയർ നമ്പർ 2, അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും നിങ്ങൾ അഗ്രി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ സേഫ് ആണ്, പക്ഷെ അട്രാക്റ്റീവ് അല്ല. ഒരു റിയൽ എക്സാമ്പിൾ പറയാം. അവർക്ക് ജിമ്മിൽ പോകുന്ന അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളെ ഇഷ്ടമല്ല എന്ന് പറയാണ്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിലും നിങ്ങളും അവരുടെ കൂടെ അതെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടാവും. എന്തിന്? അവരെ ഇംപ്രസ് ചെയ്യാൻ. പക്ഷെ ഇങ്ങനെ പറയുന്നതിന് പകരം കാമായിട്ട് പക്ഷെ മെഡിറ്റേഷൻ എന്നുള്ളത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു നോക്കൂ. ഫൈറ്റ് ചെയ്യാനോ ഈഗോ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും അല്ല പറയുന്നത്, പക്ഷെ സ്റ്റാൻഡ് ഉണ്ടാവണം. ഇത് റെസ്പെക്ട് ക്രിയേറ്റ് ചെയ്യും. ഇനി ഒരു സൈക്കോളജി കോൺസെപ്റ്റ് പറയാം. അട്രാക്ഷൻ ഗ്രോ ചെയ്യുന്നത് സ്ലൈറ്റ് ടെൻഷൻ ഉള്ളപ്പോഴാണ്. എല്ലാം സ്മൂത്ത് ആണെങ്കിൽ ബോറിംഗ് ആവും. ചെറിയ ഫ്രിക്ഷൻ, ചെറിയ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അതിൽ നിന്ന് എനർജി ഉണ്ടാവും. അത് തന്നെയാണ് സ്പാർക്ക്. ബിഹേവിയർ നമ്പർ 3, മോസ്റ്റ് കോമൺ മിസ്റ്റേക്ക് ഓൾവേസ് അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത്. വാട്സപ്പിൽ മെസ്സേജ് വന്ന ഉടനെ തന്നെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ടൈപ്പിംഗ് എന്ന് കാണിച്ച് മെസ്സേജ് അയക്കുന്നത്, കോൾ വന്ന ഉടനെ തന്നെ അറ്റൻഡ് ചെയ്യുന്നത്, ഞാൻ എല്ലാത്തിനും ഓൾവേസ് റെഡി ആണ് എന്നുള്ള സിഗ്നൽ ആയിരിക്കും അവർക്ക് പോകുന്നത്. ഇത് എന്ത് സിഗ്നൽ ആയിരിക്കും എന്നറിയോ ക്രിയേറ്റ് ചെയ്യുന്നത്? എനിക്ക് വേറെ ഒരു ലൈഫ് ഇല്ല എന്നുള്ളത്. പക്ഷെ നിങ്ങളൊന്ന് ഡിസപ്പിയർ ആവുകയാണെങ്കിൽ അവർ നോട്ടീസ് ചെയ്യും. ഇതിന്റെ സൈക്കോളജി സിമ്പിൾ ആണ്. സ്കാർസിറ്റി ക്രിയേറ്റ്സ് വാല്യൂ, കൺട്രോൾഡ് ആബ്സെൻസ് ഈക്വൽസ് ക്യൂരിയോസിറ്റി. നിങ്ങളെല്ലാം റിവീൽ ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള ക്യൂരിയോസിറ്റി എന്നുള്ളത് തന്നെ ഇല്ലാതാവും. നിങ്ങളെ കുറച്ചൊക്കെ മിസ്റ്ററി ആവുകയാണെങ്കിൽ അവരായിട്ട് ഇമാജിൻ ചെയ്യാൻ തുടങ്ങും, അവരായിട്ട് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യും, നിങ്ങളെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. അട്രാക്ഷൻ എന്നുള്ളത് ഈ ഇമാജിനേഷനിൽ നിന്നാണ് വളരുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഐ കോണ്ടാക്ട്. ആൺപിള്ളേർ പലരും ചെയ്യുന്നത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ താഴെ നോക്കിയിട്ടും പല ഭാഗങ്ങളിൽ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇത് ഞാൻ ഇൻസെക്യൂർഡ് ആണ് എന്നുള്ള ഒരു സിഗ്നൽ ആയിരിക്കും നൽകുന്നുണ്ടാവുക.
പക്ഷെ നിങ്ങൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന സമയത്ത് അത് ഡോമിനൻസിന്റെ സിഗ്നൽ ആണ്, ഞാൻ കൺട്രോൾഡ് ആണ് എന്നുള്ള ഫീൽ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് തന്നെ സബ്കോൺഷ്യസ്ലി ഒരു വലിയ ഇമ്പാക്ട് എന്നുള്ളത് ഉണ്ടാക്കുന്നുണ്ടാവും. ബിഹേവിയർ നമ്പർ 5. ഇപ്പൊ ഒരു ഡേറ്റോ ഒരു കൺവെർസേഷനോ ഒന്ന് ഇമാജിൻ ചെയ്തേക്കുക. നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആ കൺവെർസേഷൻ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന്റെ എൻഡിങ് എന്നുള്ളത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. കാരണം ആ മൊമെന്റ് നിങ്ങൾക്ക് നഷ്ടമാവുമോ എന്നുള്ള പേടി. ഇതിനു പകരം നിങ്ങൾ ഫസ്റ്റ് ലീവ് ചെയ്യുകയാണെങ്കിൽ ആ എമോഷണൽ ലൂപ്പ് എന്നുള്ളത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ആ ഇൻകംപ്ലീഷൻ എന്നുള്ളത് തന്നെ നിങ്ങളെ മൈൻഡിൽ ഹോൾഡ് ചെയ്യിപ്പിക്കും. ഇത് സൈക്കോളജിയാണ്. ഒരു ഫൈനൽ ട്രൂത്ത് പറയാം, ഈ അട്രാക്ഷൻ എന്നുള്ളത് ഒരിക്കലും ട്രിക്സ് കൊണ്ടല്ല വരുന്നത്, അത് ഒരു ബിഹേവിയർ ആണ്. നിങ്ങൾ ആരാണ് എന്നുള്ളത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നിങ്ങൾ കാം ആവുകയാണെങ്കിൽ, നിങ്ങൾ ക്ലിയർ ആവുകയാണെങ്കിൽ, നിങ്ങൾ ഒന്നുകൂടി കൺട്രോൾഡ് ആവുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഡിഫറെന്റ് ആയി കാണാൻ തുടങ്ങും. പിന്നീട് നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല എന്താണ് ഞാൻ മിസ് ചെയ്യുന്നത് എന്നുള്ളത്, കാരണം അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെയായി മാറും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വാല്യുബിൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വിമൻ സൈക്കോളജി എന്നുള്ള നമ്മളുടെ ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്ത്രീകളുടെ സൈക്കോളജി എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ത്രീ സൈക്കോളജി മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കോഴ്സാണ് വിമൻ സൈക്കോളജി എന്നുള്ളത്. അത് എന്താണ് എന്നുള്ളത് ഇൻ ഡെപ്തിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്തേക്കുക. വിമൻ സൈക്കോളജി കോഴ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നൽകുന്നുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.